ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ പുസ്തകോത്സവം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്ന് നിയമസഭാ പുസ്തകോത്സവം തന്നെയാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ പ്രാവശ്യം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോലെയുള്ള ചെറിയ പബ്ലിഷേഴ്സിന് വലിയ വേദി തന്നെയാണിത്. കാരണം വലിയ വേദിയാണ്. ഫിനാൻഷ്യലി സ്റ്റോൾ റെൻ്റ് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി ഫെസ്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് തന്നെയാണ് നമ്മളോട് വാങ്ങാറുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ അവസരമായിട്ട് തന്നെ കാണുന്നു. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ വലിയ പബ്ലിഷേഴ്സ് തന്നെയാണ് എപ്പോഴും ഫ്രണ്ട് ഓഫ് ഭാഗത്ത് വരുന്നത്. നമ്മൾ ചെറിയ പബ്ലിഷേഴ്സൊക്കെ ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്, ഇപ്രാവശ്യവും എല്ലാ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്. എല്ലാ മേളകളിലും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ലൈബ്രറി കൗൺസിൽ മേളയാണെങ്കിലും എല്ലാ മേളകളാണെങ്കിലും വലിയ പബ്ലിഷേഴ്സിന് എന്നും അവർക്ക് ഒരുപാട് സ്റ്റാളുകൾ അവർ എടുക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ നറുക്കെടുപ്പിൽ അവരെ ഉൾപ്പെടുത്താറില്ല. നറുക്കെടുപ്പില്ലാതെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഉൾപ്പെടുത്തുന്നത്. പിന്നെ ഇവിടെയൊക്കെ നറുക്കെടുപ്പുണ്ട് എന്നൊക്കെ പറയുന്നു. നമുക്ക് എത്രത്തോളം അതിൻ്റേത് അറിയില്ല. ഇതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇതുപോലെയുള്ള നിയമസഭയ്ക്കകത്ത് നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമാവാൻ നമുക്ക് വലിയൊരു അവസരം കിട്ടുകയാണ്. കാരണം വലിയ പബ്ലിഷേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് എല്ലാ ജില്ലകളിലും അവർക്ക് ഷോറൂംസ് ഉണ്ടാവും. പുസ്തകങ്ങൾ എവിടെയും അവൈലബിൾ ആക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഞങ്ങളെ പോലെയുള്ള ഞങ്ങളുടെ എഴുത്തുകാർ അവരെയും കൂടി സംതൃപ്തിപ്പെടുത്തുന്നതാണല്ലോ. ഞങ്ങൾ ഓരോ ഫെസ്റ്റിലും പങ്കെടുക്കുമ്പോൾ അവരുടെ പുസ്തകം ഏതെല്ലാം ഫെസ്റ്റുകളിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവർ പരിശോധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ അവസരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് പുതിയ എഴുത്തുകാരെ മലയാളത്തിലുണ്ടാവുന്നുണ്ട്. ഒരുപാട് പുതിയ എഴുത്തുകാർ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് കേരളത്തിലെ ഒരുപാട് പ്രസാധകർ പുതുതായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ഒരു പുസ്തകം പുറത്തിറക്കണമെങ്കിൽ, എഴുതിയ പുസ്തകം പുറത്തിറക്കണമെങ്കിൽ ഒരു പ്രസാധകനെ കിട്ടുക അസാധ്യമായിരുന്നു. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞിട്ടേ ഇപ്പം പുതിയ പ്രസാധകരുടെ ഒരു വലിയ നിര കേരളത്തിലെ വായനക്കാരുടെ ഇടയിലേക്കും കേരളത്തിലെ എഴുത്തുകാരുടെ ഇടയിലേക്കും കേരളത്തിലെ അക്ഷര കൂട്ടായ്മയ്ക്കിടയിലേക്കും വലിയൊരു നിര പുതിയ പ്രസാധകർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ വിചാരിക്കും ഏറ്റവും നല്ല പുസ്തകം ഏറ്റവും വലിയ പ്രസാധകരിലേ ഉള്ളൂ എന്ന് ധരിക്കുന്ന ആ ധാരണയൊക്കെ മാറ്റി വയ്ക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഇറക്കുന്ന ഒരുപാട് ചെറിയ പ്രസാധകർ കേരളത്തിലുണ്ട്. അവരുടെ കയ്യിൽ അവരുടെ സ്റ്റോളുകൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് വളരെ ശ്രദ്ധേയമായ പുസ്തകങ്ങൾ, എങ്ങും കിട്ടാത്ത ചില പുസ്തകങ്ങൾ ചെറിയ പ്രസാധകർ, ചെറിയതെന്ന് ഞാൻ പറയുന്നത് അവരും വലിയവർ തന്നെയാണ് യഥാർത്ഥത്തിൽ. കാരണം അധ്വാനമെല്ലാം ഒന്ന് തന്നെയാണ്. എങ്കിലും ഇടത്തരം അല്ലെങ്കിൽ ചെറിയ പ്രസാധക സംരംഭങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ നല്ല പുസ്തകങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഞങ്ങൾ ചെറുകിട പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം മൂന്നാമത്തെ വർഷമാണല്ലോ നിയമസഭയിൽ തുടങ്ങിയിട്ടുള്ളത്. അത് വളരെ നല്ല ഒരു പദ്ധതിയാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുസ്തകങ്ങൾ കൊടുന്ന് പബ്ലിക്കിനെ കാണിക്കാനും പുറത്തുനിന്ന് ഇവിടെ ഇപ്പോൾ നിയമസഭ കാണാനുള്ളൊരു അവസരവും കൂടിയാണ്. നമുക്ക് എല്ലാവർക്കും പബ്ലിക്കിന് പ്രവേശനമുണ്ടല്ലോ. അപ്പോൾ ദൂരെ നിന്ന് കാസർഗോഡ് നിന്ന് വരെയുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം നിയമസഭ കാണുന്നതിൻ്റെ കൂടെ ഇവിടെ വലിയ ഒരുവിധം 250 സ്റ്റാളുണ്ട്. അപ്പോൾ അത്രയും കേരളത്തിലെ ചെറുകിട പ്രസാധകർക്ക് നല്ലൊരു വേദിയാണിത്. ഇത് ഒന്നാം വർഷം നടന്നത് വളരെ എന്താ പറയുക, നല്ല ജനങ്ങളുടെ ഒരു ഭയങ്കര പ്രവാഹം തന്നെയായിരുന്നു. ഇവിടെ രാത്രി ഒരു 10 മണിക്ക് പോലും നമുക്ക് സ്റ്റോൾ അടച്ചു പോകാൻ മടിയായിരുന്നു. കഴിഞ്ഞ വർഷം പിന്നെ നവംബർ മാസത്തിലാവുകൊണ്ട് കേരളീയത്തിൻ്റെ കൂടെ ആവുകൊണ്ട് കുറച്ചൊരു കുറവ് വന്നെങ്കിലും നന്നായിരുന്നു. ഞങ്ങൾക്കിത് നല്ലൊരു വേദിയാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ പബ്ലിഷർക്ക് നല്ലൊരു വേദിയാണിത്. പിന്നെ നമ്മുടെ ബെസ്റ്റ് സെല്ലേഴ്സ് പുസ്തകങ്ങളുണ്ട്. അപ്പം നമുക്കൊരു പരിമിതി ഉണ്ടല്ലോ, മറ്റേ എല്ലാ ജില്ലകളിലും നമുക്ക് ഷോപ്പുകളൊന്നുമില്ല. നമ്മൾ ഓൺലൈനിലൊക്കെയാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കിത് നല്ലൊരു വേദിയാണ്. ഈ അവസരം നമ്മൾ പരമാവധി നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഒരു ആവിഷ്കാരമാണ് ഈ പുസ്തകോത്സവം എന്ന് പറയുന്നത്. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാചകമുണ്ട്, അതായത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യനിലേക്ക് എത്തുന്ന ഒരു മൂല്യത്തിൻ്റെ പേരാണ് ജനാധിപത്യം. തീർച്ചയായും ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള 160 പരം പ്രസാധകരും 260 പരം സ്റ്റാളുകളുമാണുള്ളത്. ഇതിൽ നമുക്കറിയാം മുഖ്യ പ്രസാധകരായിട്ടുള്ള DC, മാതൃഭൂമി, ചിന്ത പോലെയുള്ള പ്രസാധകർക്കപ്പുറത്തേക്ക് ചെറിയ പ്രസാധകർ, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലുള്ള ചെറിയ പ്രസാധകർ, ഒരുപക്ഷെ നമുക്ക് തിരുവനന്തപുരം ജില്ലയിലോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലോ അവർക്കൊന്നും പ്രധാനപ്പെട്ട സ്റ്റാളുകളില്ല. പക്ഷേ ഈ പുസ്തകോത്സവത്തിൽ അവർക്കെല്ലാം സ്റ്റാൾ ഉണ്ടാവുകയും നമ്മൾ ഒരുപക്ഷെ എപ്പോഴും നമുക്ക് കിട്ടാത്ത പുസ്തകങ്ങൾ വാങ്ങാൻ കഴിയുന്നൊരു സൗകര്യം കൂടിയുണ്ട്. നമുക്കറിയാം
ലൈബ്രറി കൗൺസിലിൻ്റെ പുസ്തകമേളകളാണ് ജില്ലാ അടിസ്ഥാനത്തിൽ വലിയ പുസ്തകമേളകളെ നമ്മൾ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നിയമസഭാ പുസ്തകോത്സവമാണ് കുറേ കൂടെ വിപുലമായി എല്ലാ വായനക്കാരെയും ആകർഷിക്കുന്ന എല്ലാ പ്രസാധകരുമുള്ള ഒരു പുസ്തക ഉത്സവം എന്ന് പറയുന്നത്.